9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സീബ്രകൾ. തിരുവനന്തപുരം മൃഗശാല സന്ദർശകരെ ആവേശത്തിലാഴ്ത്തി 3 സീബ്രകൾ മൃഗശാലയിലെത്തി. ഗുജറാത്തിലെ വൻതാരയിലെ ഗ്രീൻസ് വൈൽഡ് ലൈഫ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നാണ് ഇവയെ എത്തിച്ചത്. 3 വയസ്സുള്ള 2 പെൺ സീബ്രകളും 5 വയസ്സുള്ള ഒരു ആൺ സീബ്രയുമാണ് പ്രത്യേകമായി സജ്ജീകരിച്ച അനിമൽ ആംബുലൻസിൽ 2.5 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെത്തിയത്. വൻതാരയിലെ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലുള്ള 13 അംഗ സംഘമാണ് സീബ്രകളെ റോഡ് മാർഗം സുരക്ഷിതമായി എത്തിച്ചത്. കേരള അതിർത്തി മുതൽ പോലീസ് പൈലറ്റ് വാഹനവും അകമ്പടിയേകി. 2017 സീത എന്ന സീബ്ര ചത്തതോടെയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ സീബ്രകളുടെ സാന്നിധ്യം ഇല്ലാതായത്. 9 വർഷങ്ങൾക്ക് ശേഷമാണ് സന്ദർശകർക്ക് വീണ്ടും സീബ്രകളെ കാണാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത്. മൃഗശാലയിൽ എത്തുന്ന കുട്ടികളിൽ നിന്ന് വർഷങ്ങളായി ഉയർന്നിരുന്ന സീബ്രയെ കാണണമെന്ന ആഗ്രഹമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. സന്ദർശകർക്കുള്ള ഓണ സമ്മാനമായാണ് സീബ്രകളുടെ വരവെന്ന് ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഓണക്കാലത്ത് മൃഗശാലയിലെത്തുന്ന സന്ദർശകർക്ക് പുതിയ അതിഥികൾ തികച്ച കാഴ്ച അനുഭവം സമ്മാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദീർഘയാത്രയുടെ ചെറിയ ക്ഷീണമൊഴിച്ചാൽ സീബ്രകൾ പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് മൃഗശാല അധികൃതർ അറിയിച്ചു. നിലവിൽ 21 ദിവസത്തെ തുറന്ന ക്വാറന്റൈനിലാണ് ഇവയെ പാർപ്പിച്ചിരിക്കുന്നത്. സീബ്രകൾക്കായി പ്രത്യേകം തീറ്റയും ഗുജറാത്തിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ഇവയെ ക്രമേണ പരിപാലിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സീബ്രകളെ ലഭിച്ചതിന് പകരമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു ആൺ സിംഹവാലൻ കുരങ്ങിനെയും ഒരു രാജവെമ്പാലയെയും വൻതാരയിലേക്ക് കൈമാറും. ഒൻപത് വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിയ സീബ്രകൾ ഇനി സന്ദർശകരുടെ പുതിയ ആകർഷണമായി മാറുകയാണ്. മരണപ്പെട്ടതിന് ശേഷം 9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 3 പേർ ഇവിടെ നമ്മുടെ വീട്ടുകാരായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഈ മൃഗശാല സന്ദർശിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇത് വലിയൊരു അവർക്കൊരു ബൂസ്റ്റപ്പായിരിക്കും. ഏതായാലും മൃഗശാലയുടെ ഒരു ഓണസമ്മാനമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആസ്വദിക്കാം. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.